ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികളുടെ പ്രിയപ്പെട്ട പൊട്ടറ്റോ സ്മൈലി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. തണുത്തു പോയാലും ഒട്ടും തന്നെ കുഴഞ്ഞു പോകാത്ത രീതിക്കുള്ള, പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും ഈ ഒരു പൊട്ടറ്റോ സ്മൈലി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൊട്ടറ്റോ സ്മൈലി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള 4 ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഇത് നന്നായിട്ട് കഷ്ണങ്ങളൊന്നും വരാത്ത രീതിക്ക് തന്നെ ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്കിത് ഒട്ടും തന്നെ കഷ്ണം വരാത്ത രീതിക്ക് ഒന്ന് ഉടച്ചെടുക്കാം. ഉടച്ചെടുക്കുമ്പോഴത്തേക്കും ഒന്നുകിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാവും. അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താലും നമുക്ക് ഒരുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടിക്കോളും. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് വേണമെന്ന് ഉടച്ചെടുക്കാനായിട്ട്. ഉടച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 സ്പൂൺ അളവിൽ ബ്രെഡ് പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ബ്രെഡ് ക്രംസോ ഇല്ലാന്നുണ്ടെങ്കിൽ 2 സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരല്പം എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൽ ഒട്ടുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ സാരമില്ല. നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് എണ്ണ പുരട്ടിയിട്ടാണ് പരത്തിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോഴത്തേക്കും ആ ഒരു ഒട്ടലെല്ലാം മാറി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിക്കോളും. ഇനി നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ആ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1-2 സ്പൂൺ അളവിൽ കോൺഫ്ലോറോ അല്ലെങ്കിൽ മൈദയോ, നമ്മൾ മൈദയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൈദയോ, അതോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് ആയി കിട്ടിക്കോളും. ഇപ്പം ഞാൻ ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ചെറുതായിട്ടൊരു ഒട്ടലും ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് എണ്ണയൊക്കെ ഒന്ന് പുരട്ടി പരത്തിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരല്പം ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നമുക്ക് ഈ ഒരു ഷീറ്റിൽ മൊത്തത്തിലൊന്ന് ആകത്തക്ക രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമുക്ക് ഈ ഒരു ഷീറ്റിന് മുകളിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തി കോല് വെച്ചിട്ടോ നമുക്കൊന്ന് പരത്തിയെടുക്കാം. കൈ വെച്ചിട്ടായാലും അതുപോലെ തന്നെ ചപ്പാത്തി കോല് വെച്ചിട്ടാണ് പരത്തുന്നതെങ്കിലും നമ്മളിത് ഒരേ സൈസിലൊന്ന് വരത്തക്ക രീതിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഒരേ കനത്തിൽ വരത്തക്ക രീതിയിലൊന്ന് പരത്തി എടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ പരത്തി എടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണ കയ്യിലൊന്ന് തടവിയതിനു ശേഷം ഒന്ന് പരത്തി എടുത്താൽ മതിയാവും. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാനായിട്ട് പറ്റും. പരത്തി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, എല്ലാ ഭാഗവും ഒരേ കനത്തിൽ വരത്തക്ക രീതിയിൽ വേണമെന്ന് പരത്തി എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് സ്മൈലി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒന്നുകിൽ കുക്കി കട്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ അടപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കനത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഈ ഒരു രീതിക്ക് വേണം പരത്തി എടുക്കുമ്പോഴത്തേക്കും ഒന്ന് ഈ ഒരു ഉരുളക്കിഴങ്ങൊന്ന് പരത്തി എടുക്കാനായിട്ട്. നമുക്ക് ഈ ഒരു സ്മൈലി നമുക്കൊരു മാസം വരേക്കും ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നും നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം അരമണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് കവറിലോ ഒന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു മാസം വരേക്കും നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. നമുക്ക് ഫ്രൈ ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഒരു ബാച്ച് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം വരുന്ന ഈ ബാക്കി ഉരുളക്കിഴങ്ങ് നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് ഉരുളയാക്കിയതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് പരത്തി, നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം
നമുക്ക് കുക്കി കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ അടപ്പ് വെച്ചിട്ടോ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങിൽ നമുക്കൊന്ന് സ്മൈലി ഷേപ്പ് ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു സ്ട്രോ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പേന ഉപയോഗിച്ചിട്ടോ നമുക്ക് ഇതുപോലെ 2 കണ്ണൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ സ്ട്രോ ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി 2 കണ്ണൊന്ന് റെഡിയാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സ്മൈലി വായും കൂടെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം. നമുക്ക് ഏത് രീതിക്ക് വേണോ ഇതൊന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സ്മൈലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടോ ഇതുപോലൊരു സ്മൈലി ഫേസ് കൊടുക്കാവുന്നതാണ്. സ്മൈലി ഫേസോ അല്ലെങ്കിൽ സാഡ് ഫേസോ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ ബാച്ചും ഒന്ന് സ്മൈലി ഫേസ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എണ്ണയുടെ ചൂട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം സ്മൈലി ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഈ സ്മൈലി എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ബബിൾസ് വരാതെ ഇതുപോലെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. പകരം നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് സ്മൈലിയിൽ നിന്ന് ഒരുപാട് ബബിൾസ് ഇതുപോലെ ഒന്ന് വന്നു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ആ ഒരു ചൂടിൽ വേണം എണ്ണ ആയിരിക്കേണ്ടത്. ഈ ഒരു ചൂടിലായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സ്മൈലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും നമുക്ക് തിരിച്ചും മറിച്ചുവിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മൈലി ഒരുപാട് എണ്ണ കുടിക്കും. അതുപോലെ തന്നെ നമുക്ക് കുഴഞ്ഞു പോകുന്ന രീതിക്കുള്ള സ്മൈലി ആയിരിക്കും കിട്ടുന്നത്. പുറംഭാഗം ക്രിസ്പി ആയിട്ടുള്ള രീതിക്ക് കിട്ടില്ല. ഉടനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ മാത്രമേ പുറംഭാഗം ക്രിസ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഇനി നമുക്ക് തണുത്താലും പുറംഭാഗം ക്രിസ്പി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോഴത്തേക്കും നമുക്ക് തണുത്താലും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന രീതിക്ക് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഒരു ബാച്ച് ഉടനെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഉടനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉടനെ തന്നെ കഴിക്കാൻ പറ്റുന്ന ആ ഒരു രീതിക്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ സ്മൈലി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ കളറായി വരും. ആ ഒരു സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ഹൈയിലോട്ട് മാറ്റിയിട്ട് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത രീതിക്ക് സ്മൈലി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഈ ഒരു രീതിക്ക് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ടുള്ള സ്മൈലിയും നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള പൊട്ടറ്റോ സ്മൈലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉരുളക്കിഴങ്ങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കുട്ടികൾക്കൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.